ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. ലേൺ വിത്ത് എം എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ, അതായത് SCERTയിലെ ഒരു ചാപ്റ്ററാണ്. 9ാം ക്ലാസ്സിലെ SCERTയിലെ 5ാമത്തെ ചാപ്റ്റർ, അത് ഫിസിക്സ് ആണ് കേട്ടോ. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് 9ാം ക്ലാസ്സിലെ SCERT പാഠപുസ്തകത്തിലെ 5ാമത്തെ ചാപ്റ്ററാണ്, ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്റർ. ചാപ്റ്ററിൻ്റെ പേര് പ്രവൃത്തി, ഊർജം, പവർ അഥവാ വർക്ക്, എനർജി, പവർ എന്നാണ്. ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് പ്രവൃത്തി എന്താണെന്ന് നോക്കാം, അതായത് വർക്ക്. ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്തതായി കണക്കാക്കുകയുള്ളൂ. അതായത് നമുക്ക് നോക്കാം ഒരു ചിത്രത്തിലൂടെ എങ്ങനെയാണ് നമ്മളൊരു വർക്ക് ചെയ്തു എന്നുള്ളത്. അതായത് ഫിസിക്സ് പരമായിട്ട്, ഫിസിക്സിലൂടെ നമുക്ക് പറയുമ്പോൾ എങ്ങനെ നമ്മളൊരു വർക്ക് ചെയ്തു അത് ഞാൻ ഇതിലൂടെ കാണിക്കാം. ഈ പിക്ചർ നോക്കിക്കോളൂ. അപ്പം നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഒരു വർക്ക് നടന്നു എന്നുള്ളത്. ഇതൊരു വസ്തുവാണ്. ഇതിലേക്ക് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുകയാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെങ്കിൽ ബലം. ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ച് ഇത് ഇങ്ങോട്ട് നീങ്ങി മാറുകയാണെങ്കിൽ ഒരു എസ് എന്നുള്ളൊരു സ്ഥാനാന്തരം, എസ് സ്ഥാനാന്തരം പറയുമ്പോൾ എസ് സ്മോൾ ലെറ്റർ എസ് ആണ്. ഈ ഒരു വസ്തുവിൽ ഫോഴ്സ് അപ്ലൈ, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ അത് അങ്ങോട്ട് നീങ്ങി മാറി. അപ്പൊ എന്ത് സംഭവിച്ചു? സ്ഥാനാന്തരം സംഭവിച്ചു. അപ്പോഴാണ് നമ്മൾ വർക്ക് ചെയ്തു അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്തു എന്നൊക്കെ പറയുന്നത്. ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തു, ആ കൊടുത്ത ദിശയിൽ തന്നെ ആ വസ്തുവിന് സ്ഥാനാന്തരമുണ്ടായി. അപ്പോൾ എന്ത് സംഭവിച്ചു? പ്രവൃത്തി ചെയ്തു, അതായത് വർക്ക് ചെയ്തു എന്ന് നമുക്ക് പറയാം. എന്താണ് സ്ഥാനാന്തരം അറിയുമോ? അതായത് ഇതൊരു വസ്തു, നമുക്ക് ഈ വസ്തുവിലേക്ക് പോണം. നമുക്ക് എങ്ങനെയൊക്കെ പോവാം? ഇങ്ങനെ പോവാം, അതുപോലെ ഇങ്ങനെ പോവാം, ഇങ്ങനെ വളഞ്ഞിത്രയും ദൂരം സഞ്ചരിച്ചിട്ടും പോവാം. ഇതൊരു എ എന്നുള്ളൊരു പോയിന്റ്, ഇത് ബി എന്നുള്ളൊരു പോയിന്റ്. ഈ എ എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് ഈ ബി എന്നുള്ള പോയിന്റിലേക്ക് എത്താൻ നമുക്ക് ഈ എത്ര വഴികൾ കൂടെ വേണമെങ്കിലും പോവാം. അപ്പൊ നമ്മൾ ഈ സഞ്ചരിക്കുന്ന ഈ കുറഞ്ഞ ദൂരം എ എന്നുള്ളൊരു പോയിന്റിൽ നിന്ന് ബി എന്നുള്ള പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന ഒരു കുറഞ്ഞ ദൂരമാണ് സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ ദൂരമില്ലേ, നമ്മൾ എത്ര ദൂരം സഞ്ചരിച്ചു, ഇങ്ങനെ വളഞ്ഞ് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ഈ ബി എന്നുള്ള പോയിന്റിലേക്ക് എത്തിയത്. ഈ ഇത്രയും സഞ്ചരിച്ച ഈ മൊത്തം ദൂരത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്റ്റൻസ് അഥവാ ദൂരം എന്ന് പറയുന്നത്. അത് മാറിപ്പോവാതെ പഠിക്കുക. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റും. സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്റ്റൻസ് അഥവാ ദൂരം. അപ്പൊ നമ്മൾ എന്തോ പറഞ്ഞത്? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചു. അതേ ദിശയിൽ തന്നെ വസ്തുവിന് സ്ഥാനാന്തരം സംഭവിച്ചു. അപ്പോൾ നമ്മൾ അവിടെ പ്രവൃത്തി ചെയ്തു. അപ്പോൾ വർക്ക് കാണാനുള്ള ഇക്വേഷൻ, അതായത് പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ഈക്വൽ ടു, നമ്മളൊരു ഫോഴ്സ് കൊടുത്തിട്ടാണല്ലോ സ്ഥാനാന്തരം ഉണ്ടായത്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് സ്മോൾ ലെറ്റർ എസ് ആണ്,
ക്യാപിറ്റൽ ലെറ്റർ എസ് എഴുതി പോയാൽ അത് ദൂരമായിട്ട് മാറും, ഡിസ്റ്റൻസ് ആയി മാറിപ്പോവും. അപ്പോൾ വർക്ക് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്, അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതാണ് വർക്ക് എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്താണ് വർക്ക് എന്നുള്ളത്. ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൺ ബലം തുടർച്ചയായി പ്രയോഗിച്ചപ്പോൾ ബലത്തിന്റെ ദിശയിൽ എസ് മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ ആ ബലം ചെയ്ത പ്രവൃത്തി എഫ് ഇസ് ഈക്വൽ ടു എഫ് എസ് ആണെന്ന് നമ്മൾ കണ്ടു അല്ലേ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ജൂൾ നിയമം, ഊർജ സംരക്ഷണ നിയമം എന്നിവ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജെയിംസ് പ്രിസ്കോട്ട് ജൂൾ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. നമുക്കറിയാം പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണ്. ഞാൻ പറഞ്ഞു പ്രവൃത്തിയുടെ യൂണിറ്റ് എന്തായിരുന്നു? ജൂൾ എന്ന്, അല്ലേ? അതുപോലെ തന്നെ പ്രവൃത്തിക്ക് വേറെയും 1-2 യൂണിറ്റുകളുണ്ട്. വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അപ്പൊ നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ എന്നാണ്. സ്ഥാനാന്തരം അഥവാ ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ഒരു തരം ലെങ്ത് ആണല്ലോ. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ എന്നാണ്. അപ്പൊ വർക്കിന്റെ വേറൊരു യൂണിറ്റ് ആണ് ന്യൂട്ടൺ മീറ്റർ. ഈ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നതും ജൂൾ എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ന്യൂട്ടൺ മീറ്റർ ഓർ ജൂൾ, ഇത് രണ്ട് തന്നാലും വർക്കിന്റെ യൂണിറ്റ് തന്നെയാണ്. അതുപോലെ വർക്കിന് വേറൊരു യൂണിറ്റ് കൂടെ ഉണ്ട് കേട്ടോ. വേറൊരു യൂണിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അത് പഠിക്കും. ഇതിൽ ഞാൻ ജസ്റ്റ് പറയാം. യൂണിറ്റ് എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് യൂണിറ്റ് ഉണ്ട് അല്ലേ. ഒന്ന് SI യൂണിറ്റും മറ്റത് CGS യൂണിറ്റും. വർക്കിന്റെ CGS യൂണിറ്റ് ആണ് എർഗ് എന്ന് പറയുന്നത്. അതായത് വർക്കിന്റെ CGS യൂണിറ്റ് ആണ് എർഗ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ എന്നാണ്. അപ്പോൾ ഒരു ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒരു ജൂളിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ജൂൾ എന്ന് പറയുന്നത് ഒരു എർഗിന് ഈക്വൽ അല്ല. അതായത് ഒരു ജൂൾ എന്ന് പറയുന്നത് എത്ര എർഗിൽ പറയുമ്പോൾ ഏതിന് ഈക്വൽ ആണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒരു ജൂൾ ഈക്വൽ ടു 10⁷ എർഗ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനും കണ്ടിട്ടുണ്ട് ഒരു ജൂൾ എന്ന് പറയുന്നത് എർഗിൽ പറയുമ്പോൾ 10⁷ എർഗ് എന്നാണ്. ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ വർക്കിന് നമ്മൾ 3 യൂണിറ്റ് പറഞ്ഞു. ന്യൂട്ടൺ മീറ്റർ ഓർ ജൂൾ, അല്ലെങ്കിൽ CGS യൂണിറ്റിൽ പറയുമ്പോൾ എർഗ്. ദാറ്റ്സ് ഈക്വൽ ടു 10⁷. അതും മറക്കാതെ പഠിക്കുക. വർക്ക് ഏത് തരം ക്വാണ്ടിറ്റിയാണ് അല്ലെങ്കിൽ ഏത് തരം അളവാണെന്ന് അറിയുമോ? സദിശ അളവാണോ അതോ അതിശ അളവാണോ എന്നറിയുമോ? വർക്ക് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു സ്ഥാനാന്തരമാണെന്ന് നമ്മൾ പഠിച്ചു. ഫോഴ്സ് എന്ന് പറയുന്നത്
ഒരു സദിശ അളവാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നതും ഒരു സദിശ അളവാണ്. അങ്ങനെയാണെങ്കിൽ വർക്കും ഒരു സദിശ അളവാണോ? അല്ല. വർക്ക് എന്ന് പറയുന്നത് ഒരു അദിശ അളവാണ്. അതായത് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ബട്ട് വർക്ക് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് ഒരു അദിശ അളവാണെന്ന് പഠിച്ചു വയ്ക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് വർക്ക് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്, സീറോ വർക്ക്. ആദ്യത്തെ പോസിറ്റീവ് വർക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമ്മളൊരു വസ്തുവിനെ വലിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മളൊരു ബലം പ്രയോഗിക്കും അല്ലേ? ആ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ തന്നെ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ പോസിറ്റീവ് വർക്ക് ചെയ്തതായിട്ട് നമുക്ക് പറയാം. ചിത്രം ശ്രദ്ധിക്കുക. ആ ചിത്രത്തിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ആ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് സ്ഥാനാന്തരം സംഭവിച്ചത്. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ആരോ മാർക്ക് ശ്രദ്ധിക്കുക. നമ്മൾ കൊടുത്ത അതേ ദിശയിൽ തന്നെയാണ് വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടായത്. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെഗറ്റീവ് വർക്ക് എന്താണെന്ന് നോക്കാം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിനെ വലിക്കുമ്പോൾ ബലം പ്രയോഗിക്കുന്ന ദിശയിൽ വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടെങ്കിൽ തറ പ്രയോഗിച്ച ഘർഷണ ബലം ചെയ്ത പ്രവൃത്തിയാണ് നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത്. അതായത് ചിത്രം ശ്രദ്ധിക്കുക. നമ്മളൊരു ബലം കൊടുക്കുന്നതിൻ്റെ എതിർദിശയിലായിട്ടാണ് സ്ഥാനാന്തരം ഉണ്ടായിട്ടുള്ളത്. ചിത്രത്തിൽ ആരോ മാർക്ക് ശ്രദ്ധിക്കുക. അതായത് എന്താണ് ഘർഷണ ബലം? പ്രതലത്തിൻ്റെ മുകളിലൂടെ ഒരു വസ്തു നിരങ്ങി നീങ്ങുമ്പോൾ ആ വസ്തുവിൻ്റെ ചലനത്തിനെതിരെ, അതായത് ചലനത്തിനെതിരെ പ്രതലം കൊടുക്കുന്ന ഒരു ബലമാണല്ലോ ഘർഷണ ബലം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു വസ്തുവിനെ വലിച്ചു നീക്കുമ്പോൾ തറയിലൂടെ ഒരു ഘർഷണ ബലം അനുഭവപ്പെടും. ആ ഘർഷണ ബലം പ്രയോഗിക്കുന്നതിൻ്റെ നേരെ എതിർദിശയിലാണ് സ്ഥാനാന്തരം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ നെഗറ്റീവ് വർക്ക് ചെയ്തതായിട്ട് പറയുന്നു. ഇത്ര നേരം നമ്മൾ വർക്ക്, അതിൻ്റെ യൂണിറ്റ്, വർക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് ഊർജത്തിനെ കുറിച്ച് പഠിക്കാം. ഊർജം അഥവാ എനർജി. പ്രവൃത്തി ചെയ്യാനുള്ള ഒരാളുടെ കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. നമുക്ക് ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി ഉണ്ടാവുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് തീരെ ചെയ്യാൻ കഴിയില്ല. അതായത് പ്രവൃത്തി ചെയ്യാനുള്ള ഒരാളുടെ കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത്. ഊർജത്തിൻ്റെ യൂണിറ്റ് ജൂൾ ആണ്. നമ്മൾ പഠിച്ചു പ്രവൃത്തിയുടെ യൂണിറ്റും ജൂൾ എന്നാണ്. അതുപോലെ തന്നെ ഊർജത്തിൻ്റെ യൂണിറ്റും ജൂൾ എന്നാണ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം എന്ന് പറയുന്നത്. ഗതികോർജം അഥവാ കൈനറ്റിക് എനർജി എന്നാണ് പറയുന്നത്. അതിൻ്റെ ചലനം കൊണ്ട്, ഇപ്പം നമ്മൾ നടക്കുമ്പോഴൊക്കെ ലഭിക്കുന്ന ഊർജമാണ് കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം എന്ന് പറയുന്നത്. എം മാസ്സുള്ള ഒരു വസ്തു വി പ്രവേഗത്തോടെ ചലിക്കുമ്പോൾ അതിൻ്റെ ഗതികോർജം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് K = ½ mv² എന്നാണ്. ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിൻ്റെ ഗതികോർജം എത്ര മടങ്ങാവും? 4 മടങ്ങാകും എന്നാണ്. അത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കൈനറ്റിക് എനർജി അഥവാ ഗതികോർജത്തിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചൂലേ? KE ദാറ്റ് ഈസ് ഈക്വൽ ടു ½ mv² എന്നാണ്. ഇതിൽ നമ്മൾ പറഞ്ഞു പ്രവേഗം അഥവാ വി അത് ഡബിൾ ആകുകയാണെങ്കിൽ കൈനറ്റിക് എനർജി എത്ര മടങ്ങാവും? ചിലപ്പോൾ പ്രവേഗം
ഡബിൾ ആകുമെന്ന് പറയും, ചിലപ്പോൾ 4 മടങ്ങാകും പറയും. അപ്പോൾ കൈനറ്റിക് എനർജിയിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നോക്കാം. കൈനറ്റിക് എനർജി അഥവാ ഗതികോർജം ഈക്വൽ ടു ½ ഇൻറ്റു m ഇൻറ്റു പ്രവേഗം ഡബിളായി. അപ്പൊ 2v ഹോൾ സ്ക്വയർ, 2v കൊടുത്തു ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഈക്വൽ ടു ½ m 4v. നമ്മൾ ഒരിക്കലും ഇതിന്ന് ഡയറക്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യരുത് കേട്ടോ. അതായത് ഇത് വേറെ തന്നെയാണ്, ഇത് വേറെ തന്നെയാണ്. അപ്പൊ കൈനറ്റിക് എനർജി എത്ര മടങ്ങായി മാറി? കൈനറ്റിക് എനർജി ഈക്വൽ ടു നമ്മൾ പറഞ്ഞു പ്രവേഗം ഡബിൾ ആയാൽ ഗതികോർജം 4 മടങ്ങായി മാറും. ഇതുപോലെ തന്നെ ചിലപ്പോൾ പ്രവേഗം 4 മടങ്ങാകുമെന്ന് തരും. ഒരിക്കലും ഈ 1/2 യൂസ് ചെയ്തിട്ട് ഇതിനെ കട്ട് ചെയ്യരുത്. ഇത് വേറെ തന്നെയാണ്, ഇത് വേറെ തന്നെയാണ്. അപ്പോൾ പ്രവേഗം ഡബിൾ ആകുമ്പോൾ കൈനറ്റിക് എനർജി 4 മടങ്ങായി മാറി. ഇനിയിപ്പോ എങ്ങനെ ചോദിച്ചാലും നമുക്ക് സോൾവ് ചെയ്യാൻ അറിയാം അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഊർജം നോക്കാം. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം അഥവാ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. അത് കാണാനുള്ള ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജിയെ യു കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. യു ഈക്വൽ ടു mgh എന്നാണ്. സ്ട്രെയിൻ മൂലം സ്ഥിതികോർജം ലഭ്യമാകുന്നതിനുള്ള ഉദാഹരണങ്ങളാണ് കുലച്ച് വെച്ച വില്ല്. അത് നമ്മളൊരു സ്ട്രെയിനിൽ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്, അതുമൂലം ഒരു സ്ഥിതികോർജം ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ്, ഇത് രണ്ടും സ്ട്രെയിൻ മൂലം സ്ഥിതികോർജം ഉണ്ടാകുന്നതിനുള്ള ഉദാഹരണങ്ങളാണ്. നോക്കുക, ഉയരം കൂടുന്നതനുസരിച്ചിട്ട് സ്ഥിതികോർജം കൂടും. ഇത് നോട്ട് ചെയ്യണേ, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു വസ്തു താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജത്തിന് എന്ത് സംഭവിക്കുന്നു അറിയാമോ? സ്ഥിതികോർജം കുറയും. ഉയരം കൂടുന്നതിനനുസരിച്ച് സ്ഥിതികോർജം കൂടുന്നു. അതുപോലെ തന്നെ ഒരു വസ്തു താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജം കുറയുന്നു. രണ്ടും നോട്ട് ചെയ്യുക. ഇനി ഊർജ സംരക്ഷണ നിയമം എന്താണെന്ന് നോക്കാം. ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് ജൂൾ ആണ്. ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ ആണ്. നിയമം എന്തെന്നാൽ ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു രൂപത്തിലുള്ള ഊർജം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുകയുള്ളൂ. ഇതാണ് ഊർജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഇനി ഞാൻ കുറച്ച് ഊർജ പരിവർത്തനങ്ങളുടെ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറച്ചെണ്ണം ഞാൻ പറയാം, ബാക്കി നിങ്ങൾ പഠിക്കുക. ഡൈനാമോയിലെ ഊർജ പരിവർത്തനം എന്ന് പറയുന്നത് യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. വൈദ്യുത ജനറേറ്ററിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു. ഫാന് വൈദ്യുതോർജം കൊടുക്കുന്നു, അത് യാന്ത്രികോർജമായി മാറുന്നു. അതുപോലെ തന്നെ ഇസ്തിരിപ്പെട്ടിയിൽ നമ്മൾ വൈദ്യുതോർജം കൊടുക്കുന്നു, അതെന്തായി മാറുന്നു? താപോർജമായി മാറുന്നു. വൈദ്യുത ബൾബിൽ വൈദ്യുതോർജം കൊടുക്കുന്നു, അത് പ്രകാശോർജവും ആവുന്നുണ്ട്, താപോർജവുമായി മാറുന്നുണ്ട്. മൈക്രോഫോണിൽ ശബ്ദോർജം നൽകുന്നു, അത് വൈദ്യുതോർജമായി മാറുന്നു. സ്പീക്കർ അഥവാ ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു. ബാക്കിയുള്ളത് കൂടെ ഒന്ന് പഠിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്ക് പവറിനെ കുറിച്ച് നോക്കാം. എന്താണ് പവർ? യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവൃത്തി അഥവാ പ്രവൃത്തിയുടെ നിരക്കിനെയാണ് പവർ എന്ന് പറയുന്നത്. പവർ അഥവാ പി എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. പവർ ഈക്വൽ ടു പ്രവൃത്തി ബൈ സമയം ആണ്. പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് ആണ്. പ്രവൃത്തിയുടെ യൂണിറ്റ് നമുക്കറിയാം ജൂൾ ആണ്, സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണെന്നും അറിയാം. അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് ജൂൾ പെർ സെക്കൻഡ് എന്നാണ്. ജൂൾ പ്രതി സെക്കൻഡ് അറിയപ്പെടുന്നത് വാട്ട് എന്നാണ്. പവറിൻ്റെ വേറൊരു യൂണിറ്റാണ് വാട്ട് എന്ന് പറയുന്നത്.
അതായത് ഈ ജൂൾ പെർ സെക്കൻഡ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിനെ തന്നെയാണ് വാട്ട് എന്ന് പറയുന്നത്. 1 കിലോ വാട്ട് എത്രയാണെന്ന് നോക്കാം. 1 കിലോ വാട്ട് എന്ന് പറയുന്നത് 1000 വാട്ടിന് തുല്യമാണ്. ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത് 746 വാട്ടിന് തുല്യമാണ്. അതുപോലെ തന്നെ 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് എത്ര ജൂളാണ്? 3.6 ഇൻറ്റു 10⁻⁶ ജൂളിന് തുല്യമാണ്. ഇതും എന്തായാലും നോക്കുക. ഇനി നമുക്ക് കുറച്ച് ഊർജ സ്രോതസ്സുകളെ കുറിച്ച് നോക്കാം. ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടം ഏതാണ്? നമുക്കറിയാം, സൂര്യനാണ് അല്ലേ? സൂര്യനാണ് എല്ലാ ഊർജത്തിൻ്റെയും ഉറവിടം. ഊർജം 2 ടൈപ്പ് ഉണ്ട്. പുനർസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകളുമുണ്ട്, പുനർസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളുമുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പുനർസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് ബയോഗ്യാസ്, സൗരോർജം, ജലശക്തി, ജൈവപിണ്ഡം എന്നൊക്കെ പറയുന്നത്. പുനർസ്ഥാപിക്കാൻ കഴിയുന്നവ എന്ന് വെച്ചാൽ നമുക്ക് വീണ്ടും ആ ഊർജം നിർമ്മിക്കാൻ സാധിക്കും. പുനർസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കൽക്കരി, പ്രകൃതിവാതകം, പെട്രോളിയം എന്നുള്ളവയൊക്കെ. അതിനെ നമുക്ക് പുനർസ്ഥാപിക്കാൻ കഴിയില്ല. ഭൂമിയിലെ മുഖ്യ ഊർജ സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സൂര്യൻ, കാറ്റ്, ജലം, തിരമാലകൾ, ജൈവപിണ്ഡം, ബയോഗ്യാസ് എന്നിവയാണ് മുഖ്യ ഊർജ സ്രോതസ്സുകൾ. ഖര ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് വിറകും കൽക്കരിയും. ദ്രാവക ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ഡീസൽ, പെട്രോൾ, മണ്ണെണ്ണ. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അതായത് വർക്ക്, പവർ, എനർജി, പ്രവൃത്തി, ഊർജം, പവർ. അതായത് ഇത് SCERTയിലെ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണിത്. എന്തായാലും ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ബുക്ക് വെച്ചിട്ട് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും വീണ്ടും ഒരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.